അരവ നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മീൻകറിയുടെ വീഡിയോയിലേക്ക് പോയാലോ? ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇൻഗ്രീഡിയൻസും ആ വഴിയെ പോയല്ലോ. എനിവേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ? നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 നുള്ളി ഉലുവ, ഒരു 4 വലിയ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ഇഞ്ച് അല്ല 1 ഇഞ്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, ഒരു 10 എണ്ണം ഉണ്ടാവും, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു നുള്ളേ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതെൻ്റെ കുട്ടനാട്ടുകാരി അമ്മയുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നല്ല നാടൻ കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് എണ്ണയിൽ വഴറ്റണമായിരിക്കും കേട്ടോ നല്ലത്. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ തവിയിട്ട് ഇളക്കാൻ പാടില്ല. നിങ്ങൾക്ക് മറ്റേ ഈ ചട്ടി പിടിച്ച് ചുറ്റിക്കുന്ന പരിപാടി അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഈ തേങ്ങാപ്പാൽ ഓപ്ഷണലാണേ. അതിനുശേഷം കറിക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഈ കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർക്കാം. പിന്നെ ഒരു അലങ്കോലപ്പണിക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ വെച്ചെടുക്കുക. കലാസ്. എൻ്റെ പൊന്ന് സാറേ, ആ മീൻകറിയുടെ മണം ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ബൈ.